അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മുറിവേൽപ്പിച്ച് ബ്രിട്ടനിലെ വൈറ്റ് ചാപ്പലിൽ അരങ്ങേറിയ സംഭവം ആഗോള മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു. മതസ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പേരുകേട്ട യുകെയുടെ മണ്ണിലാണ് ഇപ്പോൾ കൊടിയ മനുഷ്യാവകാശ ലംഘനം നടന്നിരിക്കുന്നത്. അഭയം തന്നവർക്കെതിരെ അനധികൃതമായും അല്ലാതെയും അഭയാർത്ഥികളായി വന്നെത്തിയവർ ചവിട്ടിപ്പുറത്താക്കുന്ന സ്ഥിതിവിശേഷത്തിനാണ് 2026 ഫെബ്രുവരി 16 സാക്ഷ്യം വഹിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യവും തങ്ങൾ ആഗ്രഹിക്കുന്ന മതസംവിധാനങ്ങൾ അനുഷ്ഠിക്കുവാൻ ഏറെ സ്വാതന്ത്ര്യം നൽകുന്ന യുകെയിലാണ് ഒരു മൈക്രോഫോണും ബൈബിളും കൈവശം വെച്ച് സുവിശേഷം പ്രഘോഷിച്ച ക്രൈസ്തവ പാസ്റ്റർക്ക് നേരെ ആക്രോശവും ഭീഷണിയുമായി ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയത്. പാസ്റ്റർ ഇസ്ലാമിനെക്കുറിച്ച് മോശമായി പരാമർശിച്ചു എന്നുള്ള നുണകൾ പ്രചരിപ്പിക്കുകയും തുടർന്ന് ഇത് ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് ഇവിടെ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കില്ല, മൈക്രോഫോണും ബൈബിളും എടുത്ത് പാസ്റ്റർ ഇവിടെ നിന്നും പോകണമെന്ന് അർത്ഥം വരുന്ന വിധത്തിലുള്ള ആക്രോശങ്ങളും ഭീഷണിയുമായി ചിലർ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ സത്യാവസ്ഥ എന്തെന്ന് സംഭവം നടന്ന ദിവസം ആരോ ചിത്രീകരിച്ച വീഡിയോ ക്ലിപ്പിലൂടെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയപ്പെടുന്ന പാസ്റ്റർ ഇസ്ലാമിനെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയുകയോ പരാമർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും വ്യക്തമാണ്. ലണ്ടൻ മെട്രോ പോലീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു വുമൺ പോലീസ് ശാന്തമായി പ്രദേശവാസികളോട് യുകെയിലെ സകല പൗരന്മാർക്കുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വളരെ കയ്യടി നേടിയ സംഗതിയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല, ഭീഷണിപ്പെടുത്തുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടയിടാൻ വന്നവരോടുമായി നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്റ്ററുടെ പ്രസംഗം കേൾക്കാതിരിക്കാമെന്നും നിങ്ങളുടെ വീടുകളിൽ അല്ലല്ലോ ഇദ്ദേഹം പ്രസംഗിക്കുന്നത്, ഇതൊരു പൊതു തെരുവാണെന്നും ആർക്ക് വേണമെങ്കിലും സാമൂഹ്യ മത ചുറ്റുപാടുകളെ മുറിവേൽപ്പിക്കാതെ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുമാണ് ആ ധീരയായ പോലീസുകാരി പറഞ്ഞുവച്ചത്. അതേസമയം വിദ്വേഷ പ്രസംഗമുള്ള ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്ന് അധികൃതർ കണ്ടെത്തിയിരുന്നു. CCTV പരിശോധനകളിലൂടെ ഭീഷണിപ്പെടുത്തിയവരുടെ കൂട്ടത്തോടെയുള്ള ആക്രമണ ഉദ്ദേശ്യം കണ്ടെത്തിയിരുന്നു. അതേസമയം സംഭവത്തിൽ ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ബ്രിട്ടനിൽ ഭൂരിപക്ഷം ക്രൈസ്തവർ ആണെങ്കിൽ തന്നെയും ക്രൈസ്തവ വിശ്വാസം അനുഷ്ഠിക്കുന്നവർ താരതമ്യേന വളരെ കുറവാണ് എന്ന് പറയുവാൻ സാധിക്കും. മാത്രമല്ല, കുറച്ചു വർഷങ്ങളായി തന്നെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന വംശീയ അധിക്ഷേപങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ലണ്ടനിൽ വൈറ്റ് ചാപ്പലിൽ ഏകദേശം 52.2% മുസ്ലിം വിശ്വാസികളാണ്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 18,841 ഇസ്ലാം മതവിശ്വാസികൾ ഈ പ്രദേശത്ത് ജീവിച്ചു വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.